ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾക്കുള്ള മെസ്സേജസ്, നിങ്ങളുടെ ഏഞ്ചലിക് ഗൈഡൻസ് മെസ്സേജസ് എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ നമ്പർ 1, അതായത് ഇതിൽ ഓരോ നമ്പേഴ്സ് ഉണ്ട്. നമ്പേഴ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പിക്ചേഴ്സും ചൂസ് ചെയ്യാവുന്നതാണ്. നമ്പർ 61 ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1 അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന്റെ ബേസിസിലും ചൂസ് ചെയ്യാം. കാരണം പല ആളുകളും ഇൻട്രൊഡക്ഷൻ പാർട്ട് സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇപ്പോ നമ്പേഴ്സിന് ഈ ഒരു കാര്യത്തിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്, അതുകൊണ്ടാണ് നമ്പേഴ്സ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞത്. നമ്പർ 61 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1, നമ്പർ 5 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 2, പൈൽ നമ്പർ 2. അതേപോലെ ലാസ്റ്റ് നമ്പർ നിങ്ങൾക്ക് 57 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതാണ് നിങ്ങളുടെ റീഡിംഗ്. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ചിലപ്പോൾ പിക്ചർ കണ്ടിട്ടായിരിക്കും ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ കണ്ടിട്ടായിരിക്കും. നമ്മുടെ ഈ റീഡിങ്സ് കൂടുതൽ നമ്മുടെ റീഡിങ്സ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്പേഴ്സ് ബേസ്ഡ് ആണ്. സോ ഈ നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് നിങ്ങൾ ഈ നമ്പേഴ്സ് ബേസ് ചെയ്തിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ചൂസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് സീ. പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജസ് പൈൽ നമ്പർ 1. Number 1, pile number 1. So first കാർഡ് വന്നിട്ട് നിങ്ങൾക്ക് ലയൺ സ്പിരിറ്റ് ആൻഡ് സ്കങ്ക് സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സ്കങ്ക് എനർജി, സ്ട്രോങ് എനർജീസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ ലയൺ സ്പിരിറ്റ് ആൻഡ് സ്കങ്ക് എനർജി, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ നമ്പേഴ്സ് കണക്ഷൻസ് വരുന്നത് നമ്പർ 37 എനർജിയാണ്. നിങ്ങളുടെ 3710 നമ്പർ 1 ആണ്. ലയൺ എനർജി കണക്ഷൻസ് വരുന്നത് തന്നെ നമ്പർ 1 പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു സ്പിരിറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്പിരിറ്റിനെ കെടാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു ഏഞ്ചലിക് ഗൈഡൻസ് അല്ലെങ്കിൽ മെസ്സേജ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. സോ പലപ്പോഴും പല ആളുകളും പല കാര്യങ്ങളെ കുറിച്ചിട്ടും സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വയം തോന്നുന്നുണ്ടാവും നിങ്ങൾ ഒന്നുമല്ല എന്നുള്ളത്. പക്ഷെ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചലിക് ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി, അതായത് ആറ്റിറ്റ്യൂഡ്, മുന്നോട്ടേക്ക് പോകണമെന്നുള്ള ഞാൻ ശക്തനാണ്, ഞാനാണ് ഇവിടത്തെ, എന്റെ ജീവിതത്തിൽ ഞാൻ തന്നെയാണ് രാജാവ് എന്നുള്ളൊരു ചിന്തയ്ക്ക് പകരം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റീവ് എനർജീസ് ആണ്, അത് നമ്മൾ മുറിച്ചു കളയുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത ഭാഗങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്തത് വിട്ടുകളയുക. അതിന് പകരം നിങ്ങളുടെ ഉള്ളിൽ വേണ്ടത് ഒരു പ്രൈഡാണ്. പ്രൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഈഗോയുടെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ പ്രൈഡിന്റെ കാര്യം പറയുന്നത്. പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനമാണ്. പക്ഷെ നമ്മൾ പറയും പല സിറ്റുവേഷനിൽ ഉപയോഗിക്കുമ്പോൾ പല അർത്ഥങ്ങളാണ് അതിന്. ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഫീൽ ചെയ്യുക. പക്ഷെ അതേസമയം ഹീസ് ടു പ്രൗഡ് എന്ന് പറയുമ്പോൾ അതായത് അഹം എന്നുള്ളൊരു ഭാവം അവിടെ കൂടി വരുന്നതായിട്ട് നമ്മൾക്ക് പറയും. അതേപോലെയാണ് ഈഗോ. ഈഗോ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈഗോ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നെഗറ്റീവ് സൈഡാണ് ഈഗോ എന്ന് പറയുന്നത്. പക്ഷെ ഈഗോ ഒരിക്കലും ഒരു നെഗറ്റീവ് അല്ല, അത് ന്യൂട്രൽ ആണ്. നമ്മൾ ഏത് സിറ്റുവേഷനിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനാണ്. നമ്മൾ പൊതുവെ ഭയങ്കര ഈഗോ ആണെന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഈഗോയെ പലരും അല്ലെങ്കിൽ ആരും തന്നെ പോസിറ്റീവായിട്ട് പറയുന്ന കേട്ടിട്ടില്ല. പക്ഷെ ഈഗോ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സൈഡ് കൂടിയുണ്ട്. ഞാൻ എന്നുള്ളൊരു വ്യക്തി എന്നുള്ള, അതായത് ഒരു സെൽഫ് റെസ്പെക്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നുണ്ട്. അത് പോസിറ്റീവാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് നിങ്ങൾക്കൊരു യുണീക്ക് സെൽഫ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളില് you are the king and the queen, and you are the masculine and the feminine energy. You are the divine and masculine, divine feminine and divine masculine within yourself. സോ നമ്മൾ അതെന്താണെന്ന് പറയുമ്പോൾ, നമ്മളിപ്പോ മെസ്കുലൈൻ ഫെമിനൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്തിൽ അത് രണ്ടും ഒന്ന് താഴെയും ഒന്ന് മുകളിലും എന്നുള്ള രീതി. അതായത് മസ്കുലൈൻ എന്ന് പറയുമ്പോൾ പവർ അല്ലെങ്കിൽ മുകളിൽ എന്നുള്ള, ഫെമിനൈൻ എന്ന് പറഞ്ഞ സബ്മിസീവ് എന്നുള്ള രീതിയിൽ താഴെ നിൽക്കേണ്ടുന്നത് എന്നുള്ള ചിന്തയിലാണ്
അതിലൊരു മാറ്റം ഒത്തിരി നാളുകളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത് രണ്ട് തരത്തിലാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് സൂചിപ്പിക്കുന്ന രണ്ട് തരത്തിലാണ്. ഒന്ന് വിസ്ഡം ആൻഡ് ജനറോസിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രണ്ട് ഭാഗങ്ങൾ ആവശ്യമാണ്. അതായത് നമ്മൾ വളരെയധികം സ്ട്രെങ്ത്, ബോൾഡ്നെസ്, അതോടൊപ്പം തന്നെ കൈൻഡ് ഹാർട്ടഡ്നെസ്, ജനറോസിറ്റി, ഇതെല്ലാം ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പോൾ രണ്ട് തലങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്, രണ്ട് ഭാവങ്ങൾ, രൗദ്രഭാവത്തെയും അല്ലെങ്കിൽ ഒരു സംയമനത്തോട് കൂടിയിട്ടുള്ള ഒരു മറ്റുള്ളവരോട് സ്നേഹവും സഹാനുഭൂതിയും, അതേസമയം തന്നെ ബോൾഡായിട്ട് ഇരിക്കേണ്ടടുത്ത് അതും എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ യു ഷുഡ് ഹാവ് പ്രൈഡ് ഇൻ യുവർ എബിലിറ്റി ടു സർവൈവ്. ഈ ഒരു കാലത്തിലെ ലോകത്തിലെ സിറ്റുവേഷനിൽ നിങ്ങൾ സർവൈവ് ചെയ്തതിൽ കൈൻഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ കണ്ടന്റ്മെന്റ്, ലൈഫില് കണ്ടന്റ്മെന്റ് പലരിലും, അതായത് സംതൃപ്തി, ജീവിതത്തിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി തോന്നുന്ന കാര്യം എന്താണ് എന്നുള്ളത്, ലൈഫിൽ ഒത്തിരി സന്തോഷം തരുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ്. ഇവിടെ മറ്റൊന്ന് ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, സംതൃപ്തിയും സന്തോഷവും എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു തരത്തിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ആയിരിക്കും, പക്ഷെ എവിടെയോ ഒരു കുറവ്, ഒരു പൂർണ്ണതയില്ല. സംതൃപ്തി ഉണ്ടോ എങ്കിൽ സംതൃപ്തമാണ് മനസ്സ്, പക്ഷെ ഒരു പൂർണ്ണതയില്ലായ്മ തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടാവും, അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. സക്സസ് എന്ന് നിങ്ങളുടെ ചിന്തയിൽ തോന്നുന്ന, ചില ആളുകൾക്ക് ഫിനാൻഷ്യൽ ആയിരിക്കാം, ചില ആളുകൾക്ക് അക്കാഡമിക് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതിലായിരിക്കും അവർക്ക് സംതൃപ്തി. ആ ഒരു സംതൃപ്തിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അച്ചീവ് ചെയ്യുന്നതിനോടൊപ്പം വിട്ടുകൊടുക്കേണ്ട ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുക, ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പൂർണ്ണത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബി പ്രൗഡ് യെറ്റ് ബി ഹംബിൾ, ആ ഒരു എനർജിയാണ് ലയൺ സ്പിരിറ്റ് നിങ്ങളിലേക്ക് കൊടുക്കുന്നത്. അതെന്ന് പറയുന്നത് ഒരു ഹെൽത്തി ബാലൻസ് ആണ് ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾക്കുള്ള മെയിൻ മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ്സ്, ഏഞ്ചൽസ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, നിങ്ങൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, സ്കാർസിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ, വാട്ട് ഡു യു തിങ്ക് ഓഫ് യുവർ സെൽഫ്, നിങ്ങൾ ഒരു ലീഡർ ആണോ, ഡു യു തിങ്ക്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റും, മുന്നോട്ടേക്ക് ആളുകളെ, മറ്റുള്ളവരെ നയിക്കാനുള്ള ഒരു പൊസിഷനിൽ എത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഇല്ല എന്നാണെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുക, ഉണ്ട് എന്നാണെങ്കിൽ അതൊരു പ്രൗഡ്, നെഗറ്റീവ് വേ ഓഫ് പ്രൗഡ് ആക്കി മാറ്റാതെ പോസിറ്റീവ് വേ ഓഫ് പ്രൈഡ് ആയിട്ട് മാറ്റിയിട്ട് മുന്നോട്ടേക്ക് വിത്ത് പ്രൈഡ് മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ്. നിങ്ങൾ മറ്റുള്ളവരായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണ്, യു ആർ നോട്ട് ലെസ് ഓർ യു ആർ നോട്ട് മോർ. അതായത് നമ്മൾ പറയില്ല, ഞാൻ ആർക്കും മുകളിലുമല്ല താഴെയുമല്ല, ഞാനാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളൊരു മെസ്സേജാണ്. അതേപോലെ തന്നെ സ്കങ്ക് സ്പിരിറ്റ് ആണ്. നിങ്ങളുടെ വേർത്ത് മനസ്സിലാക്കുക. സ്കങ്ക് എന്ന് പറയുമ്പോൾ ചില ആളുകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ചില ആളുകളോട് തോന്നുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. അതായത് നമ്മൾ ചില മൃഗങ്ങളെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഹൈന എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണ് ഹൈന എന്ന് പറയുമ്പോൾ തോന്നുന്നത്? പലരും ഒരു നികൃഷ്ടമായിട്ടുള്ള ഒരു ജീവിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിനും അതിന്റെ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സ്കങ്ക് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും തരുന്ന മെസ്സേജ്, അഗെയിൻ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെയിൻ മെസ്സേജ് ലയൺ ആൻഡ് സ്കങ്ക, രണ്ടും പറയുന്ന പ്രൗഡ്നെസ് അല്ലെങ്കിൽ പ്രൈഡ് എന്നുള്ള ഒരു ഫീലിംഗിനെ കുറിച്ചിട്ടാണ്. യു ക്യാൻ ബി പ്രൗഡ് ഓഫ് ഹു യു ആർ, വാട്ട് യു ഹാവ് അക്കംപ്ലിഷ്ഡ് എന്നുള്ള എനർജിയാണ് ഇവിടെ പറയുന്ന ബാലൻസ് ഉണ്ടാവുക എന്നുള്ളത്. ജീവിതത്തിൽ ഇന്ന് വരെ നേടിയെടുത്തതിൽ അഭിമാനിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ചില ആളുകൾ പറയും, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ കളിയാക്കും, തള്ളു വണ്ടി എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ടല്ലോ. അപ്പൊ കാരണം അവർക്കത് പറഞ്ഞ് പലരുടെയും സംസാര രീതിയാണ്. ചില ആളുകൾ നല്ലൊരു ഒറേറ്റർ ആയിരിക്കും, അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവും, മറ്റു ചിലർക്ക് അത് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം എന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ പറയേണ്ടുന്ന രീതിയിൽ പറയാത്തത് കൊണ്ട് അതൊരു നെഗറ്റീവായിട്ട് ചില ആളുകൾക്ക് തോന്നും. ഇപ്പോ വളരെ നല്ല രീതിയിൽ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ല രീതിയിൽ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പലരും ചിന്തിക്കുന്നത് ആ വ്യക്തി പറയുന്ന രീതിക്ക് അനുസരിച്ചാണ്. ചില ആളുകൾ നന്നായിട്ട് സംസാരിക്കുന്നു, പക്ഷെ നല്ല കഴിവുണ്ടാവും, എഴുത്തിലായിരിക്കും അത്, പറയുമ്പോൾ നന്നായിട്ട് പറയാൻ കഴിവുണ്ടാവില്ല.
അപ്പം അങ്ങനെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ചില ആളുകൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ എനർജി ശ്രദ്ധിക്കുക. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുക. സംസാരത്തിലൂടെ മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ അച്ചീവ്മെന്റ് എത്തിക്കുക. പക്ഷെ നിങ്ങൾക്ക് തീരെ സംസാരിക്കാൻ, നിങ്ങൾ നല്ലൊരു പ്രസന്റർ അല്ല എങ്കിൽ, അതായത് സംസാരത്തിലൂടെ അല്ല എങ്കിൽ, നല്ലൊരു സ്പീക്കർ അല്ല എങ്കിൽ, നിങ്ങളത് എഴുത്തിലൂടെ വേണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ. അധികം സംസാരിക്കാതിരിക്കുക നിങ്ങളുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച്, മറിച്ച് എഴുത്തിലൂടെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്ത് ചിന്തിച്ച കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. ചില ആളുകൾക്ക് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. കൂടുതലും ഡയറക്റ്റ് ആയിട്ടുള്ള റീഡിങ്സ് ആണ്. അതല്ലാത്ത പക്ഷം പെട്ടെന്ന് ക്യാമറ എന്തെങ്കിലും വീണു പോവുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന ദിവസത്തിൽ ഒഴിച്ചാൽ നമുക്കൊരിക്കലും കട്ട് ചെയ്യേണ്ടുന്ന സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. കാരണം നമ്മൾ ഡയറക്റ്റ് പ്രസന്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ആ കഴിവ് ഉണ്ടാകുന്നില്ല. അതേസമയം ചില ആളുകൾക്ക് എഴുത്തിലായിരിക്കും കഴിവ്. നിങ്ങളുടെ കഴിവ് എന്താണ് എന്നുള്ളത് നോക്കുക. സോ നോട്ട് എവ്രി വൺ വിൽ അപ്രീഷിയേറ്റ് യു. സോ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാൻ കഴിവുള്ള ഏരിയാസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ മോർ പീപ്പിൾ വിൽ അപ്രീഷിയേറ്റ് യു എന്നുള്ളതാണ്. മെനി പീപ്പിൾ, മറ്റു പലർക്ക് പല ഇഷ്യൂസ് ഉണ്ട്. ചില ആളുകളിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ട്രിഗർ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അവരിൽ തോന്നിക്കുന്ന നെഗറ്റീവ് വിചാരമായിരിക്കും. അത് നിങ്ങളോടുള്ള ദേഷ്യമായിട്ടും പുച്ഛമായിട്ടും ഒക്കെ മാറിയേക്കാം. അപ്പോൾ ആളും തരവും അറിഞ്ഞു നിന്ന് സംസാരിക്കുക എന്നുള്ളത് കൂടിയിട്ട് പറയാനുള്ള ഒരു കാര്യം കൂടിയിട്ടാണ്. യു ഡിസേർവ് സെൽഫ് റെസ്പെക്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ വേണം, നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ പുറത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും നിങ്ങളെ അതേപോലെ കാണണമെന്നില്ല എന്നുള്ളൊരു മെസ്സേജാണ്. യു ഷുഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് പ്രൗഡ് ഫീൽ ചെയ്യാം. പക്ഷെ അതിനർത്ഥം എല്ലാവരും അതുപോലെ ആയിരിക്കണം എന്നുള്ളതല്ല. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നിങ്ങളത് മനസ്സിലാക്കുക. ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളെല്ലാം അതേപോലെ അല്ല ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്പേഴ്സ് ബേസിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എനർജി നമ്പർ 61 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഡിഫിക്കൽട്ട് ഇമോഷൻസ്, അത് ആങ്കർ ആണോ, ആങ്സൈറ്റി ആണോ, സ്ട്രെസ് ആണോ, പ്രഷർ ആണോ, ടെൻഷൻ ആണോ, സാഡ്നെസ് ആണോ, ഹാപ്പിനെസ് ആണോ, എന്താണ് ആ ഒരു ഇമോഷൻ? അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇമോഷൻസ്, അതായത് നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണോ പതിവ്? നിങ്ങൾ അതിനെ ഫീൽ ചെയ്യുന്നില്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പല കാര്യങ്ങളും, പലതും നമ്മൾ പറയും 2 കൈയും കൂട്ടിയിടിച്ചാലാണ് ശബ്ദം കേൾക്കുക. അതായത് ചുരുക്കം പറഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ മിണ്ടാതിരുന്നാൽ അത് അവോയ്ഡൻസ് ആണ്. പക്ഷെ പലരും പറയുന്നത് മിണ്ടാതിരിക്കാൻ പറയുന്നത് പ്രശ്നമാകാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ വൺ സൈഡഡ് ടോക്ക് ഉണ്ടാകുമ്പോൾ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അവോയ്ഡ് ചെയ്യപ്പെടുകയാണ്. അത് കുറെ നാൾ അങ്ങനെ തന്നെ ഇരിക്കും. ചില ആളുകൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കും. കാരണം അവര് ലൈഫിൽ മരിക്കുമ്പോൾ അവരുടെ ഒരിക്കലും ഉള്ളിൽ തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിട്ടായിരിക്കും ആ ഒരു സോളിന്റെ അവസാനം. അങ്ങനെ വരുമ്പോൾ നെക്സ്റ്റ് ലൈഫ് ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ലൈഫിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. അവരുടെ സോൾ എന്ന് പറയുന്നത് ഈ ഒരു ജന്മത്തിൽ പറഞ്ഞു തീർക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ, ദേഷ്യങ്ങളൊക്കെ ആ ഒരു അടുത്ത ലൈഫിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ പറയുന്നത് റിലീസ്, ഫീൽ. ഫസ്റ്റ് ഓഫ് ഓൾ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യുക, അത് റിലീസ് ചെയ്യുക. പക്ഷെ അത് റിലീസ് ചെയ്യേണ്ട രീതി വ്യത്യസ്തമായിരിക്കണം എന്നുള്ളതാണ്. സങ്കടമാണെങ്കിൽ, ആങ്സൈറ്റി ആണെങ്കിലും, സ്ട്രെസ് ആയാലും എല്ലാം ഫീൽ ചെയ്യുക, അത് റിലീസും ചെയ്യുക. അതെങ്ങനെ എന്നുള്ളത് നമ്മൾ പല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കാം. അതിൽ ഒന്ന് പറയാം, ജേർണലിംഗ് ചെയ്യുക എന്നുള്ളത് അതിലൊന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് ഫയൽ നമ്പർ 2ലേക്ക് കിടക്കാം. സോ ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഫയൽ നമ്പർ 2 ആണ് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ്. So let's see. Pile number 2. നിങ്ങൾക്കുള്ള ഏഞ്ചലിക് ഗൈഡൻസ് എന്താണ് pile number 2 എന്ന് നമുക്ക് നോക്കാം. So pile number 2. Let's see. നിങ്ങളുടെ ഏഞ്ചലിക് ഗൈഡൻസ്. Okay. Lion spirit again. Pile number 2 and seahorse spirit ആണ്. Okay. ഇനി നിങ്ങൾക്കുള്ള മെസ്സേജ് ലയൺ സ്പിരിറ്റ് ആൻഡ് സീ ഹോഴ്സ് സ്പിരിറ്റ് ആണ്. ഇവിടുത്തെ മെസ്സേജ് എന്ന് പറയുന്നത്
ബി ജനറസ് ആൻഡ് ബി കൈൻഡ് യെറ്റ് നോ യുവർ വർത്ത്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഉള്ളില് നിങ്ങളുടെ ആ ഒരു മുഴുവൻ ശക്തിയും നിങ്ങളുടെ പവറും നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇതുവരെ എല്ലാവരോടും ദയ, ദാക്ഷിണ്യം, ക്ഷമ, സഹാനുഭൂതി ഇങ്ങനെയുള്ള വികാരങ്ങളാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾ പലരും നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി യു ആർ എ ലയൻ, ലിയോ, ചിലപ്പോൾ നിങ്ങൾ ജന്മനക്ഷത്രം മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ തുടക്ക ഭാഗത്തുള്ളവരായിരിക്കാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ ലിയോ ആയിരിക്കും നിങ്ങളുടെ സോഡിയാക് സൈൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ സോഡിയാക് സൈൻ ഏതാണെന്ന് നോക്കാൻ വീഡിയോയിൽ നോക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ വരുന്ന വികാരം എന്ന് പറയുന്നത് എല്ലാവരോടും നിങ്ങൾക്ക് സ്നേഹമാണ്, എല്ലാവരും നിങ്ങൾ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്ത. നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ സ്നേഹവും സഹാനുഭൂതിയും പിടിച്ചു പറ്റുക എന്നുള്ളത്. പലപ്പോഴും ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എല്ലാവരും എന്നെക്കുറിച്ച് നല്ലതാണ് പറയുന്നത് എന്നുള്ളത്. എല്ലാവരും അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ അവർക്ക് എന്ത് പറഞ്ഞാലും നോ പറയാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് നല്ലതാണ് പറയുന്നത്. നിങ്ങളോട് പറയുമ്പോൾ, മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് നല്ലത് തന്നെ പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം ലോകത്തിൽ തെറ്റും കുറ്റവും ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. മനുഷ്യൻ എന്നുള്ളതല്ല, നമ്മളുടെ ദൈവികമായിട്ടുള്ള രീതി തന്നെ പറയുകയാണെങ്കിൽ പോലും നമ്മൾ പറയും, ഈ ഹിന്ദു മത ആചാരപ്രകാരം അല്ലെങ്കിൽ ഹിന്ദു മതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ദൈവങ്ങൾക്ക് പോലും തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ മനുഷ്യന്റെ കാര്യം പറയണ്ടല്ലോ. ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യത്തിന്റെ പുറത്ത് നമ്മൾ പല കാര്യങ്ങളും ചെയ്തതായിട്ട് ദൈവങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ സാധാരണ മനുഷ്യർ ചിന്തിക്കുമ്പോഴാണ് അത് ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്തു എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ദേഷ്യം എന്നുള്ളൊരു വികാരം ദൈവത്തിന് പോലും അന്യമല്ല എന്നുള്ളത് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ് എന്നതിലേക്കാണ്. പക്ഷെ ദൈവികമായിട്ടുള്ള പല പുരാണങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ഒരു ദേഷ്യത്തിന്റെ പുറത്തൊരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഒരു വിനാശം, ഒരു സൃഷ്ടിയായാലും ഒരു സംഹാരമായെങ്കിലും സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയോഗം മാത്രമായിരുന്നു ആ ഒരു സാഹചര്യം എന്നുള്ളത് ആണ് അതിന്റെ യഥാർത്ഥ അർത്ഥം എന്നുള്ളത് അറിയുന്നവർക്കറിയാം. പക്ഷെ നമ്മൾ കാണേണ്ടത് വികാരം എന്നുള്ള ഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വികാരങ്ങൾ, ദേഷ്യം, വാശി, ഈ ഉള്ള വികാരങ്ങൾ നമ്മൾ പല പുരാണങ്ങളിലും മറ്റും നമ്മൾ കണ്ടിട്ടും ഋഷിമുനിമാര് നമ്മൾ പറയാറുണ്ട്. ശ്രേഷ്ഠരായിട്ടുള്ള ഋഷിമുനിമാര് അല്ലെങ്കിൽ വലിയ വലിയ മുനിമാരെ കുറിച്ച് പറയുന്ന ചില ആളുകൾ പറയാം, നമ്മൾ വളരെയധികം മാനുഷികമായിട്ടുള്ള വികാരമാണ് ദേഷ്യം എന്ന് പറയുന്നത്. ചില ആളുകൾ നമ്മളെ വളരെയധികം ദേഷ്യം ഉള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയത മനസ്സിലുള്ള ഒരു വ്യക്തിക്ക് ദേഷ്യം വരില്ല എന്നുള്ള വികാരവും അവിടെ പറയാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ശ്രേഷ്ഠനായിട്ടുള്ള മുനിവര്യനാണ് വിശ്വാമിത്രൻ. ഏറ്റവും ദേഷ്യത്തിന്റെ പേരിൽ പേരെടുത്തിട്ടുള്ളതാണ്. മുനിയായാലും ഋഷിയായാലും ആരായാലും ദേഷ്യം എന്നുള്ളൊരു വികാരം, നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ എല്ലാവരിലും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾ വളരെ നല്ല വ്യക്തിയാണെന്ന് എല്ലാവരും പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ആ ഒരു ചിന്തയുടെ പുറത്ത് നിങ്ങൾ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പല ആവശ്യങ്ങളും അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. എന്നിരിക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏഞ്ചലിക് ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താഗ്രഹിക്കുന്നു അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾ മറ്റൊരാളോട് ഇന്ന കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ അടുത്ത് അതേ സമയം വേറെ എന്തെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ, അയ്യോ ഇന്ന സമയം എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയാൻ പഠിക്കുക. കാരണം ഇവിടെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ബാലൻസ് ലൈഫിലില്ല. കാരണം നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻ സൈഡ് മാത്രമാണ് ഇവിടെ നിങ്ങൾ പരിപോഷിപ്പിക്കുന്നത്. അപ്പോൾ മെസ്കുലൈൻ സൈഡ് താഴത്തേക്ക് പോവാണ് ചെയ്യുന്നത്. ആ ഒരു ബാലൻസ് ഇല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിനെ അത് പല രീതിയിൽ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഫെമിനൈൻ സൈഡ് മാത്രമല്ല, മെസ്കുലൈൻ സൈഡിനും ഒരു ഉത്തേജനം അല്ലെങ്കിൽ അവിടെയും ഒരു പരിപോഷിപ്പിക്കപ്പെടേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാം. നമ്മളൊരു ചെടിക്ക് വളമിടുമ്പോൾ നമ്മൾ എന്താണ് ഇടുക? കൂടുതൽ എന്തെങ്കിലും ഇപ്പോൾ പൊട്ടാഷ്യം കൂടുതലായി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൂടുതലാവുക, കുറവായി കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള രീതിയിൽ അതിന്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ടാകും. പക്ഷെ വളർച്ചയെ അത് തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ
അത് എല്ലാം ഒരേ അളവിൽ തന്നെ വേണം. അതുപോലെയാണ് നിങ്ങൾക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾ രണ്ടും വേണം. അതേപോലെ തന്നെ രണ്ട് ഭാഗങ്ങളും വേണം എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു എനർജിയാണ്. അതേപോലെ തന്നെ താങ്കളുടെ ഉള്ളിൽ താങ്കൾ ഒത്തിരി അനാവശ്യ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ലെറ്റ് ഗോ ചെയ്യുക, വിട്ടുകളയുക, വേണ്ടാത്ത കാര്യങ്ങൾ വിട്ടുകളയുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വേണ്ടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ചില സുഹൃത്ത് ബന്ധങ്ങൾ കൂടി ആവാട്ടോ ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങളുടെ സൗഹൃദങ്ങൾ ചിലത് നിങ്ങൾക്ക് വേണ്ടാത്തതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഗിൽറ്റി ഫീലിംഗ് തരുന്ന സൗഹൃദങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഗിൽറ്റി ഫീലിംഗ് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അവര് നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നമ്മൾ ഒരു ഗിൽറ്റ് ട്രിപ്പിലേക്ക് നമ്മളെ തള്ളിവിടുക എന്ന് പറയും. കാരണം നിങ്ങൾ ഒരു കാര്യം ചെയ്തില്ല, ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്നില്ല, ചില പ്രായമായിട്ടുള്ള സ്ത്രീകൾ, ഞാൻ ഇനി ഇത്രയൊക്കെ പ്രായമായി ഇനിയിപ്പോ ഞാൻ പറയുന്നൊന്നും കേൾക്കില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വാക്കുകൾ നമ്മൾ ചിത്രങ്ങളിൽ കാണാറുണ്ട്, പല സിനിമകളിൽ മാത്രമല്ല പലരും ജീവിതത്തിലും കാണാറുള്ള കാര്യങ്ങളാണിത്. വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഓരോരുത്തരും സ്വാർത്ഥരായിട്ടുള്ള, ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ പറയും വളരെ സ്വാർത്ഥതയില്ലാത്ത അമ്മ എന്ന് പറഞ്ഞ സ്വാർത്ഥത തീരെ ഇല്ലാത്തതാണ്. അത് തീർച്ചയായിട്ടും ചില ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല. എന്നിരുന്നാലും പലരുടെ അമ്മമാര് അവരുടെ കാര്യം സാധിക്കാൻ പ്രത്യേകിച്ച് ആൺമക്കളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ് ആയിരിക്കും. അതായത് ഇന്നലെ വരെ നിനക്കെല്ലാം ഞാനായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞാൽ ഇത് ചെയ്തു തരുമെന്ന്, പക്ഷെ ഇപ്പൊ ചെയ്യില്ല എന്നുള്ളൊരു പറച്ചില് തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് ആ കാര്യം സാധിപ്പിക്കാനുള്ള നിഷ്കളങ്കമായിട്ടുള്ളതാണെങ്കിലും നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്വാർത്ഥത തന്നെയാണത്. അപ്പോൾ സ്വാർത്ഥത എന്ന് പറയുന്ന ആ വാക്കൊരു അത്രയും നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാവരും എല്ലാ ദിവസങ്ങളിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥരാകാറുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ തിരിച്ചും അതുപോലെ തന്നെ മക്കളും അമ്മമാരോട് ചില കാര്യങ്ങൾ പറഞ്ഞ് സാധിപ്പിക്കുന്നത് അവരോടുള്ള ഇഷ്ടം കൊണ്ട് മാതാപിതാക്കളും സാധിച്ചു കൊടുക്കുന്നു എന്നുള്ളതും. അപ്പോൾ എന്ത് തന്നെയായാലും ഇവിടെ സൂചിപ്പിക്കുന്നത് ലൈഫിൽ ബാലൻസ് ഉണ്ടാവുക എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതോടൊപ്പം തന്നെ സീ ഹോഴ്സ് സ്പിരിറ്റ് ആണ്. സീ ഹോഴ്സ് സ്പിരിറ്റ് തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് ഇവിടെ എടുത്ത് പറയാൻ കാര്യം, സീ ഹോഴ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം. സീ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, ലോകത്തിൽ ഏതെങ്കിലും പല ആളുകൾ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് പുരുഷന്മാർ പ്രസവിക്കാറില്ല. ഏതെങ്കിലും പുരുഷന്മാർ പ്രസവിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലായിടത്തും സ്ത്രീകളാണ് പ്രസവിക്കുക. അപ്പൊ അതിനൊരു അപമാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാ, അല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യം സീ ഹോഴ്സ് ആണ്. കാരണം സീ ഹോഴ്സ് ആണുങ്ങളാണ്, മെയിൽ ആണ് കുട്ടികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സീ ഹോഴ്സ് സ്പിരിറ്റ് എന്ന് പറയുന്നത് മേക്കിംഗ് ഇമ്പോസിബിൾ ടു ഹാപ്പൻ. സോ ഇമ്പോസിബിൾ ആയിട്ടുള്ള തിങ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇതിവിടെ തരുന്നത്. കാരണം നിങ്ങൾക്ക് സംഭവിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഉറച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്ന എനർജി. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വരുത്തുക, എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ ചിന്തിക്കാം. എപ്പോഴും എടുത്തു ചാടി മുന്നോട്ടേക്ക് പോകാതിരിക്കുക. വാച്ച് യുവർ സ്റ്റെപ്സ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അതൊന്ന് മനസ്സിലാക്കി നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റിയിട്ട് മുന്നോട്ടേക്ക് പോവുക. മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്ന് പറയുന്നത്, സീ ഹോഴ്സ് എനർജി എന്ന് പറയുന്നത് ലൈഫില് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു മാറ്റമാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് വരേണ്ടത്. ആ ഒരു അനിവാര്യമായിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്, ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്തിനെ തേടിയാണ് പോകുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് പേ അറ്റൻഷൻ, ശ്രദ്ധിക്കുക. എന്ത് കാര്യത്തിലാണോ നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾ പലരിലും ഓരോ വ്യക്തിയിലും ഒരു വിശ്വാസമുണ്ട്. വിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുക, മെയിൻലി നമ്മൾ വിശ്വാസം എന്ന് പറയുന്ന ആദ്യം മനസ്സിലാക്കി ഓടിയെത്തുന്ന മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. മതം എന്നുള്ളതല്ല, ഒരു വിശ്വാസം എല്ലാവരിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പറയില്ല, ചില ആളുകൾ ചില വിശ്വാസങ്ങളുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യില്ല. കാരണം ചില വ്യക്തികൾ ഒരു പെൻ ഉപയോഗിക്കുന്നുണ്ടാവും, ആ പെന്ന് കൊണ്ട് മാത്രമായിരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൈൻ ചെയ്യുക. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു പേനയുണ്ട്, ആ ഒരു പേന കൊണ്ട് മാത്രമാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ചില ആളുകൾ ഇന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ചെയ്യൂ, അത്
അതിനൊരു കാര്യം അതാണ്, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്തയായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചില ആളുകൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അവരുടെ ഒരു പ്രത്യേക ഡ്രസ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില കളർ ഉണ്ടാവും. പക്ഷെ ചില ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് അവരൊരിക്കലും തുറന്നു പറയില്ല. വിശ്വാസം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ വിശ്വാസങ്ങളാണ്. അപ്പോൾ ഇപ്പൊ പറയില്ലേ, ചില പ്രത്യേക രീതിയിൽ ഇന്ന സ്ഥലം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടോ രണ്ട് തരത്തിലുള്ള ഹൈപ്പോത്തസിസ് ഉണ്ടാവും. മറ്റൊന്ന് ഒന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കാം. അപ്പൊ ഇതിന് ഈ ഒരു രണ്ട് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് വിശ്വസിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ ഒരാൾ ഒന്ന് വിശ്വസിക്കും, മറ്റേ ആൾ ഒന്ന് വിശ്വസിക്കും. അപ്പൊ അത് രണ്ടും തെളിയിക്കപ്പെടാത്ത ഇടത്തോളം കാലം അത് രണ്ടും വെറും ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ അത് വിശ്വാസം തന്നെയാണ്. ആ രണ്ടിൽ ഏതോ ശരിയാണ് എന്ന് ഒരാൾ വിശ്വസിക്കുമ്പോൾ മറ്റേയാൾ വേറൊന്നോ ശരിയാണ് എന്ന് വിശ്വസിക്കുന്നു. വിശ്വാസം എന്ന് പറയുന്നത് എല്ലാവരിലും ഉണ്ട്. ചില ആളുകൾ മതത്തിൽ വിശ്വസിക്കുന്നു, ചില ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ചില ആളുകൾ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുന്നു, ചില ആളുകൾ ഇതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പറയില്ലേ, ദൈവം, ഞാനൊരു വിശ്വാസിയല്ല എന്നുള്ളത്. വിശ്വാസിയല്ല എന്ന് പറയുന്നതും വിശ്വാസി തന്നെയാണ്. കാരണം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു, മറ്റൊരാൾ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് രണ്ടും തെളിയിക്കപ്പെടാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ വിശ്വാസങ്ങളാണ് ഇതെല്ലാം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഗൈഡൻസ് എന്ന് പറയുന്നത് വെയിറ്റ്, വാച്ച് ആൻഡ് മൂവ് ഫോർവേഡ്. നിങ്ങൾ ഒരു സ്റ്റെപ്പ് പുറകോട്ടേക്ക് എടുത്തിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവാൻ, നിങ്ങളുടെ ആ ഒരു പ്രത്യേക ടേണിംഗ് പോയിന്റിൽ നിങ്ങൾ എത്തി നിൽക്കുന്ന സമയമാണ്. മുന്നോട്ടേക്ക് പോവുക, പക്ഷെ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് നോക്കി കണ്ടും പോവുക എന്നുള്ളൊരു മെസ്സേജാണ്. അതേപോലെ തന്നെ ബാറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. നമ്പർ 5 ബാറ്റ് ആണ്. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന നമ്പർ 5 ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാനുള്ളതാണ് റീകാലിബ്രേറ്റ് ചെയ്യുക. അതായത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് ഒന്നെങ്കിൽ ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കാര്യങ്ങൾ ആദ്യം മുതലേ തുടങ്ങുക. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത്, കാരണം ബാറ്റ് എനർജി ബാറ്റ് നിങ്ങൾക്കറിയാം, നമ്മൾ ഗുഹകളിലും ഇരുണ്ട സാഹചര്യത്തിൽ ഇരുട്ടിലാണ് എപ്പോഴും വവ്വാലുകൾ ഉണ്ടാവുക. ഇരുട്ടിനെ പ്രണയിക്കുന്നവരാണ്. ഇരുട്ട് എന്ന് പറയുന്ന പേടിക്കേണ്ടുന്ന ഒരു കാര്യം അല്ല. പലപ്പോഴും ഇരുട്ട് എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും നമ്മൾ ഇരുട്ടിലാണ് നമ്മൾക്ക് ശരിയായിട്ടുള്ള നമ്മൾ തേടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ഇരുട്ടിലാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്ന് പറയാം. കാരണം ഇപ്പോൾ നമ്മൾ തിളങ്ങുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ ഇരുട്ടിൽ അതിന്റെ തിളക്കം കൊണ്ട് നമ്മൾക്കത് കാണാൻ കഴിയും. പക്ഷെ വെളിച്ചം ഉണ്ടാകുമ്പോൾ ആ ഒരു തിളക്കം അത്രയ്ക്ക് വ്യക്തമായിട്ട് നമ്മൾക്ക് കണ്ടെന്ന് വരില്ല. കാരണം ഇവിടെ സൂചിപ്പിക്കുന്ന പോസിറ്റിവിറ്റി മാത്രമാണ്. പിന്നെ സൂചിപ്പിക്കുന്ന, ഇനി അഥവാ നിങ്ങൾക്കിത് ഇരുട്ടാണ്, നെഗറ്റീവ് ആയിട്ടാണ് എങ്കിൽ ഈ ഒരു ഇരുട്ട് വളരെ ടെമ്പററി ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിലാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊന്ന്, യു ആർ റിഫ്യൂസിങ് ടു ലെറ്റ് ഗോ. വിട്ടുകളയാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല, മറിച്ച് നിങ്ങളുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പുതിയൊരു രീതിയിൽ, പുതിയൊരു ഭാവത്തിൽ, പുതിയൊരു പെർസ്പെക്റ്റീവില്, പുതിയൊരു ഫോമില് നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ തരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് തരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടി തരുന്ന മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്കുള്ള ഏഞ്ചലിക് ഗൈഡൻസ് എന്താണ്? പൈൽ നമ്പർ 3 നിങ്ങൾക്കുള്ള ഏഞ്ചലിക് ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ പൈൽ നമ്പർ 3. സീ ഹോഴ്സ് സ്പിരിറ്റ് ആണ്. സോ റൈനോ സ്പിരിറ്റ്. ഓക്കെ, പൈൽ നമ്പർ 3. പൈൽ നമ്പർ 3, ബിലീവ് ഇൻ യുവർ സെൽഫ്, ഹാവ് ഫെയ്ത്ത്. മുന്നോട്ടേക്ക് പോകും. നിങ്ങളൊരു സ്റ്റക്ക് എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഏഞ്ചലിക് ഗൈഡൻസ് ഫസ്റ്റ് ഓഫ് ഓൾ സീ ഹോഴ്സ് സ്പിരിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി, നിങ്ങളുടെ ഒരു സ്റ്റക്ക് ഫീലിംഗ് എന്ന്, ട്രസ്റ്റ് ഇൻ യുവർ ഡിവൈൻ സ്പിരിറ്റ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഡിവിനിറ്റിയിൽ വിശ്വസിക്കുക.
കാരണം ഇവിടെ ഒരു എനർജി, ഇഫ് യു ഹാവ് ബീൻ ട്രിക്ഡ്, നിങ്ങളെ പറ്റിച്ച് ചതിച്ച് മറ്റാരെങ്കിലും മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ടു മേക്ക് യു എന്താണ്, നിങ്ങളെ പഠിപ്പിക്കാനാണ്, ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ പാഠം പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച ആ ഒരു ലെവൽ, നിങ്ങളെ ആരോ ചതിക്കുകയോ പറ്റിക്കുകയോ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത്രയ്ക്ക് നെഗറ്റീവ് എനർജീസ് ഒന്നുമല്ല, അതിൽ നിന്ന് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും. മാത്രമല്ല ഈ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു നഷ്ടം എന്ന് പറയുന്നത്, നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്, ഈ ഒരു ചതി എന്ന് പറയുന്നത് വിജയത്തിന് മുന്നോടിയാണ്. അപ്പോൾ സക്സസ് അല്ലെങ്കിൽ സക്സസിന് മുമ്പ് അല്ലെങ്കിൽ സക്സസിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മളൊരു ഫെയിലിയർ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഫെയിലിയർ എന്ന് പറയുന്നത് സക്സസിന്റെ മുന്നോട്ടേക്കുള്ള സക്സസിന്റെ ഒരു വഴികാട്ടി എന്നുള്ളത് പറയും. കാരണം നമ്മൾ ലൈഫിൽ നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രമല്ല, മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രമിച്ചാലാണ് നമ്മൾ സക്സീഡ് ആകുമോ അതോ ഫെയിലിയർ ആകുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫെയിലിയർ ഉണ്ടായേക്കാം, നഷ്ടമുണ്ടായേക്കാം. പക്ഷെ അതെല്ലാം ജീവിതത്തിലെ സക്സസിലേക്കുള്ള ഒരു വഴികാട്ടി മാത്രമാണ്. നിങ്ങൾ വിശ്വസിക്കുക. ട്രസ്റ്റ് ഇൻ യുവർ ഡിവൈൻ ഓർഡർ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ സ്പിരിറ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് പറയുകയാണെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ ചിലപ്പോൾ ബ്ലാക്ക് പാന്തർ ആയിരിക്കും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് എന്ന് പറയുന്നത്, അനിമൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്പിരിറ്റ് നിങ്ങളെ മുന്നോട്ടേക്കാണ് നയിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോവുക എന്നുള്ളതാണ്. യു ആർ സപ്പോസ് ടു ബി ഇൻ അങ്ങനെ ഒരു ഹയർ പൊസിഷനിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില സിറ്റുവേഷൻ, ഇവിടെ ഒരു എനർജി ഓഫ് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്, ഇവിടെ ഒരു സെഡ്യൂസിങ് എനർജി ഉണ്ട്. ആരോ നിങ്ങളെ വശീകരിച്ച് മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ മറ്റൊരാൾ നിങ്ങളെ വശീകരിച്ച് മറ്റൊരു വഴിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ എന്തുകൊണ്ടോ ആ ഒരു വ്യക്തിയുടെ കൂടെ പോവാണ്. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നില്ല, മറ്റൊരാളിലാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് നിങ്ങളിലാണെങ്കിൽ മറ്റൊരാൾ പറയുമ്പോൾ നിങ്ങൾ ഒരു ഡീറ്റൂർ ചെയ്യില്ല, നിങ്ങളുടെ വഴിയെ തന്നെ പോകും. മറ്റൊരാൾ പറയുമ്പോൾ വഴി തെറ്റി വഴി മാറി പോകില്ല എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടുന്ന സാഹചര്യമാണ്. ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടത്. പക്ഷെ ഇവിടെ നിങ്ങൾ അതല്ല ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെയാണ് നിങ്ങളിപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ജെന്റിൽ വാർണിംഗ് കൂടി ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു വാർണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദ ടൈം ടു എൻഗേജ് ഇൻ ആർഗ്യുമെന്റ്സിലേക്ക് പോകാൻ പറ്റിയ ഒരു സമയം അല്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ ചില ആളുകളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒക്കെ വന്നേക്കാം. അതായത് ഒരു ആർഗ്യുമെന്റ്, ഒരു ബുള്ളിങ്, അല്ലെങ്കിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ഒരു ആർഗ്യുമെന്റോ നിങ്ങളെ കളിയാക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതിനൊന്നും ചോദ്യം ചെയ്യാൻ പോകാൻ പറ്റിയ സമയമല്ല, വഴക്കിടാൻ പോകാൻ പറ്റിയ സമയമല്ല. അതൊക്കെ നിങ്ങളുടെ എനർജി തളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ അവരെ വിട്ടുകളയും. കാരണം അവരായിട്ട് സംസാരിച്ച് സമയം കളയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. മാത്രമല്ല അത് നിങ്ങളുടെ എനർജി താഴോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. എത്ര പേര് നെഗറ്റീവായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു, നെഗറ്റീവ് രീതിയിൽ നിങ്ങളോട് ഏത് തരത്തിലും നെഗറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, നേരിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളെ കളിയാക്കുന്നുണ്ട്, നിങ്ങളായിട്ട് വഴക്കിടാൻ വരുന്നുണ്ടാവും. അപ്പോൾ തൽക്കാലം എനിക്കിതിന് സമയമില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോവാം. ഒരു സിറ്റുവേഷൻ നിങ്ങളായിട്ട് അതിൽ എൻഗേജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആരും എന്തും പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളെ അത് ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഒരു വാർണിംഗ് എന്ന് പറയും. ആ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. കാരണം മറ്റു ചില ആളുകൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും അവർ ഈ ആർഗ്യുമെന്റിൽ വരുന്നത്. കാരണം എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങളുടെ വൾണറബിൾ സൈഡ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർ ഓരോന്നും നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളൊരു വിജയത്തിലേക്ക് എത്തി നിൽക്കുകയായിരിക്കും.
അവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തായി, ഇതുവരെ ഒന്നും എത്തിയിട്ടില്ല എന്നറിയാം, കാരണം ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് രഹസ്യങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധിക്കുന്നതോ ജോലി സംബന്ധിക്കുന്നതോ വിവാഹം സംബന്ധിച്ചോ എന്ത് സിറ്റുവേഷൻ ആയാലും അങ്ങനെയല്ല, ഇപ്പോൾ കാര്യങ്ങൾ ഇന്നത് വന്നിട്ടുണ്ട്, ഇത് റെഡി ആയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ പ്ലാൻസ് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾ നല്ല വഴിയിലാണെങ്കിൽ നിങ്ങൾ സക്സസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ സക്സസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ തരുന്നത്. ഓക്കെ, ആ ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത്. സോ ഫോക്സ് സ്പിരിറ്റ് എനർജി ആവാം നിങ്ങളുടെ ഇവിടെ പറയുന്ന നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് ഫോക്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഫോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കുറുക്കനാണെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? വളരെ കുരുട്ട് ബുദ്ധി എന്നുള്ള കുശാഗ്ര ബുദ്ധിയാണ്. അതൊരു നല്ല എനർജി തന്നെയാണ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോക്സ് സ്പിരിറ്റ് ആണ് നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത്. ക്ലെവർ സ്പിരിറ്റ് ആണ്. അതായത് ആളുകൾക്ക് ഓരോന്ന് പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും വിട്ടു പറയാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള സിറ്റുവേഷൻ. സോ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരോടും ഇന്റിമേറ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവരുടെ അടുത്ത് വളരെ ഇതായിട്ടിരിക്കുക, നോക്കണം, ചെയ്യണം, അത് ആ ഒരു രീതിയിൽ സംസാരിക്കുക, അല്ലാതെ ഒന്നും വിട്ടു പറയാതിരിക്കുക. അത് ആരോടാണെങ്കിലും ചില സമയങ്ങളിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് പ്രൊട്ടക്ട് ചെയ്യാൻ യു ഹാവ് ടു ബി ക്ലെവർ. അതിനർത്ഥം നിങ്ങൾ ആരെയും പറ്റിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധരല്ല എന്നുള്ളത് അല്ല. കാരണം ഈ സിറ്റുവേഷനിൽ മറ്റൊന്ന് ഒന്നും തുറന്ന് പറയില്ല, നീ തീരെ സത്യസന്ധനല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല, ഇങ്ങനെയൊക്കെ രീതിയിൽ കാര്യങ്ങൾ വന്നേക്കാം. അപ്പോഴും നിങ്ങൾ വളരെ മയമായിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല എന്നുള്ള രീതിയിൽ തുറന്ന് പറയാതിരിക്കുക എന്നുള്ള മെസ്സേജാണ് ഇവിടെ. നെക്സ്റ്റ് വന്നിട്ട് റൈനോ എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സോ റൈനോ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡിയാസ് എന്താണ് എന്നുള്ളത് പ്രവർത്തീകരിക്കുക എന്നുള്ളതാണ്. റൈനോ എനർജി നമുക്കറിയാം. മുമ്പില് നിങ്ങളിപ്പോ ഒരു റൈനോസറസിന്റെ എനർജി എന്ന് പറയുന്നത് മുമ്പിലുള്ള എന്തിനേയും, നേരെ പോകുന്ന എന്തിനേയും അത് ഓടിച്ച് അതായത് അതിന്റെ ആ ഒരു ശക്തി അറിയാമായിരിക്കും. അത് മുമ്പിലുള്ള അതിന്റെ നേരിൽ വരുന്ന സിറ്റുവേഷനിൽ എന്തുണ്ടെങ്കിലും അതിനെ തകർത്ത് മുന്നോട്ടേക്ക് പോകും. നമ്മൾ പറയാറുള്ള ഒരു കാര്യം കൂടിയാണ് റൈനോസറസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഓടാതിരിക്കുക. നേരെ ഓടിയിട്ട് പെട്ടെന്ന് വളഞ്ഞ് ഏതെങ്കിലും സൈഡിലോട്ട് ഓടിപ്പോവുക. കാരണം അത് അത്രയും ഷാർപ്പ് ഫോക്കസ് ആണ് അതിനുള്ളത്. അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് നേരെ പോകുന്ന നിങ്ങളായിരിക്കും. പെട്ടെന്ന് നിങ്ങൾ വളഞ്ഞു പോകുമ്പോൾ അതിന്റെ ഫോക്കസ് നിങ്ങളിൽ മാത്രം ആകുന്നത് കൊണ്ടാണ് ആ ഫോക്കസ് മാറിപ്പോകുമ്പോൾ ഇനിയിപ്പോൾ എന്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതാകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് അതുപോലെ ആയിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക. നിങ്ങളുടെ ടാർഗറ്റിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. ആ ഒരു എനർജിയാണ് ഇവിടെ തരുന്നത്. അപ്പോൾ റൈനോ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോക്കസ് എന്താണ്, അതായത് നിങ്ങളുടെ എന്തിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ മുമ്പിലുള്ള എന്ത് തന്നെ ആയാലും അതിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ചോയ്സ് ഉണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ് ഈ ഒരു അനിമൽ സ്പിരിറ്റ് നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ദർ ഈസ് ഓൾവേസ് മോർ ദാൻ വൺ വേ. കാരണം ഇവിടെ റൈനോ സ്പിരിറ്റ് നമ്മൾ പറയുമ്പോൾ ആ ഒരു ഫോക്കസിന്റെ അതർ സൈഡ് കൂടിയിട്ട് ഇവിടെ പറയാം. ഒരിക്കലും ഒരു പാതയല്ല, പല പാതകളുണ്ട് ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ എന്നുള്ളതാണ് ഇവിടെ തരുന്നത്. ദർ ഈസ് ഓൾവേസ് മൾട്ടിപ്പിൾ വേ ടു റീച്ച് യുവർ ഗോൾ. വാട്ട് എവർ യുവർ ഗോൾ ഈസ്, ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റി ലൈഫിലേക്ക് വരുന്നു, പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ലൈഫിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കണം. അതേപോലെ തന്നെ ഈ പുതിയ അവസരം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും എല്ലാ മുമ്പിൽ വരുന്ന തടസ്സങ്ങളെ അതിജീവിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഏഞ്ചലിക് ഗൈഡൻസ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ നോ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഓക്കെ ഇനി അതിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ നോ എന്ന് പറഞ്ഞാൽ എപ്പോഴും നോ, നെവർ എന്നുള്ളതല്ല. നോ, നോട്ട് യെറ്റ്, ഇപ്പോഴല്ല എന്നുള്ളതാണ്. നോട്ട് യെറ്റ്, ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാവാം. അല്ലെങ്കിൽ നോ, നോട്ട് ദിസ് വേ എന്നുള്ളതുമാവാം. അതായത് അല്ല എന്നുള്ളത് മാത്രമല്ല, ടോട്ടലി ഇതല്ല എന്നുള്ളതല്ല, ഈ വഴിയല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നോ, നോട്ട് ദിസ് വേ എന്ന് പറയുമ്പോൾ ഈ വഴിയല്ല എന്നുള്ളതാണ്. പക്ഷെ അതിന് മറ്റൊരു വഴി ഉണ്ടാകാം എന്നുള്ളതാണ്.
അപ്പോൾ ഈ വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഇവിടെ തരുന്നത് നിങ്ങൾക്ക്. നെക്സ്റ്റ് വന്നിട്ട് സ്ക്യൂറൽ സ്പിരിറ്റ് ആണ്. സ്ക്യൂറൽ സ്പിരിറ്റ് അഗെയിൻ ബിലീവ് ഇൻ യുവർ സെൽഫ്. ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു കാർഡ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള റീഡിങ്സ് നമ്മൾ എന്താണ് ഈ ഒരു ഈവൻ നമ്മൾ ഈ ഒരു ടാരറ്റ് കാർഡിലേക്ക് വരുമ്പോൾ തന്നെ ഇത് എഴുതിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഒരു പക്ഷെ ഒരു വിദേശ രാജ്യത്തു നിന്നുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ നമ്മളുടെ ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ കൂടി ഈ എനർജിയിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബിലീവ് ഇൻ യുവർ സെൽഫ് വരുന്ന സ്ക്യൂറൽ സ്പിരിറ്റ് ആണ്. കാരണം നമുക്കറിയാം നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ല് തന്നെ ഉണ്ട്, അണ്ണാറക്കണ്ണന് തന്നാലായത്. അതായത് അത് രാമായണവുമായിട്ട് ബന്ധപ്പെടുത്തിയ സമയത്ത് ഒരു അണ്ണാൻ കുഞ്ഞ് അല്ലെങ്കിൽ ഒരു അണ്ണാറക്കണ്ണൻ ശ്രീരാമചന്ദ്രൻ ലങ്കയിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കല്ലുകൾ കൊണ്ടിടുന്ന സമയത്ത് താൻ കൂടി തന്റെ ഭാഗത്തുനിന്ന് സഹായിക്കാമെന്ന് പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ ഈ കുഞ്ഞ് ജീവിക്ക് എന്ത് സഹായം ചെയ്യും, ഇത്രയും വലിയ പാറക്കല്ല് എടുത്തു കൊണ്ടുപോയി സഹായിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയിലിരിക്കുമ്പോൾ അതിനെടുക്കാൻ പൊങ്ങുന്ന അത്രയും അത് എടുത്തുകൊണ്ടുപോയി സഹായിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോ വെൻ ദാറ്റ് സ്ക്യൂറൽ ക്യാൻ ഹാവ് ഫെയ്ത്ത് ഇൻ ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് തന്നെ സ്വയം ഒരു ഫെയ്ത്ത് ഉണ്ടെങ്കിൽ, ഇഫ് that animal can believe in itself, you too can. നിങ്ങൾ വിശ്വസിക്കാം സ്വയം. നിങ്ങൾ തീരെ ചെറുതാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾക്കാണ് ആദ്യം വിശ്വാസം വേണ്ടത്. എങ്കിലാണ് മറ്റുള്ളവർക്ക് നമ്മൾ വിശ്വസിച്ചാൽ മാത്രമാണ് മറ്റുള്ളവരെ നമ്മളെ വിശ്വസിക്കൂ. പിന്നെ നമ്മളെ വിശ്വസിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മുഖത്തും നമ്മളുടെ ആക്ഷനിലും നമ്മൾ എവറി മൈക്രോ റിയാക്ഷനിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരാളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്വയം വിശ്വാസം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായാൽ മാത്രമേ അവർ നമ്മളെ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പല സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഈ നമ്മൾ പല ലൈഫ് കോച്ചിങ് സെഷൻസ് ചെയ്യുന്ന സമയത്തും അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വയം ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പോലും ആ വിശ്വാസം സ്വയം ഉണ്ടെന്ന എക്സ്പ്രഷൻ പുറത്ത് കാണിക്കാം. അങ്ങനെയാണ് മറ്റുള്ളവർക്ക് നമ്മളിലേക്ക് വിശ്വാസം വരുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ് പറയുന്നത്. സോ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.